അറ്റകുറ്റപ്പണികൾക്കായി തിരുവേഗപ്പുറ പാലം ജനുവരി 1 അർദ്ധരാത്രി മുതൽ അടച്ചിടാൻ തീരുമാനിച്ചു. 30 ദിവസത്തേക്കാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. ഇരുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലം അടച്ചിടുന്ന സാഹചര്യത്തിൽ വളാഞ്ചേരി കൊപ്പം ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പുലാമന്തോൾ പാലം അല്ലെങ്കിൽ മൂർക്കനാട് പാലം വഴി തിരിഞ്ഞു പോകണം. അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് ഫെബ്രുവരിയോടെ തുറന്നുകൊടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുമുടി ലില്ലീസ് ഓഡിറ്റോറിയത്തിൽ കൂടിയ മീറ്റിംഗിൽ തീരുമാനമായിട്ടുള്ളത് ജനുവരി 1 അർദ്ധരാത്രി മുതൽ ഒരു മാസത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിടാനാണ് തീരുമാനമായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. വളരെ നല്ല രീതിയിൽ നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു മാസത്തിന് മുന്നേ പണി കഴിയുകയാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. പാലം അടക്കലുമായി ബന്ധപ്പെട്ടിട്ട് മീറ്റിംഗിലായിരുന്നു. പാലം അടക്കല് നിർബന്ധമായിട്ടുണ്ട്. കാരണം അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വാഹനങ്ങൾ ജർക്കി ചെയ്യുന്നതിന് നമുക്ക് അടച്ച് മതിയാകുള്ളൂ. ഒരു മാസമാണ് അവര് സമയം തന്നിട്ടുള്ളത്. ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ പണി തീർക്കണമെന്നാണ് യോഗം കൂടിയ തീരുമാനം. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലം കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഗതാഗത നിയന്ത്രണത്തിലാണ്. ഒരു സൈഡിലൂടെ മാത്രമാണ് വാഹനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് അതായത് 2026 ജനുവരി 1 അർദ്ധരാത്രി മുതൽ പൂർണ്ണമായും അടച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാസക്കാലത്തേക്ക് പൂർണ്ണമായി അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലിപ്പോ അറ്റകുറ്റപ്പണികൾ സൈഡിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാലവുമായി ബന്ധപ്പെട്ട അതിന്റെ മുകളിലും താഴെയുള്ള പ്രവർത്തികൾ 1 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. അപ്പൊ 1 അർദ്ധരാത്രി മുതൽ ആംബുലൻസ് അടക്കമുള്ള എല്ലാ വാഹനങ്ങളും വഴി തിരിഞ്ഞു പോകണം. വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പുലാമന്തോൾ മൂർക്കനാട് പാലങ്ങൾ വഴിയും, അതേപോലെ തന്നെ കൊപ്പം ഭാഗത്തു നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ NH 66 പോകുന്ന വാഹനങ്ങൾ മൂർക്കനാട് പുലാമന്തോൾ പാലം വഴിയും തന്നെയാണ് പോകേണ്ടത്. ഒരു കാരണവശാലും ബൈക്ക് അടക്കം ഒരു വാഹനങ്ങളും കടത്തിവിടുന്നതായിരിക്കുന്നതല്ല. നമ്മളെ പാലം നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ പൊതുജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടായാലേ നടക്കുള്ളൂ. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. നമ്മൾ തിരുവേഗപ്പുറ പാലത്തിന്റെ അടുത്തുള്ള ലില്ലീസ് ഓഡിറ്റോറിയത്തിനു സമീപം വന്ന് സ്കൂൾ ബസ്സുകൾ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ്. അതുപോലെ കൊപ്പം പട്ടാമ്പി ഭാഗത്ത് വരുന്ന സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികൾക്കും പിന്നെ നമ്മൾ ജംഗ്ഷനിൽ അമ്പലനടയിലെ ജംഗ്ഷനിൽ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.